ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളുമായി രണ്ട് സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കിനെ പറ്റിയാണ് സംസാരിക്കാനുള്ളത്. ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബസ്സിലെ കണ്ടക്ടറും സ്റ്റുഡൻസും. രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബസ്സിലെ ചേച്ചിമാർ ബസ്സിലെ ആൻറ്റിമാരും സ്റ്റുഡൻസും. സോ ലെറ്റ്സ് ഗോ. എനിക്ക് ഒന്നാമത്തെ ടോപ്പിക്കിനെ പറ്റിയാണ് ആദ്യം സംസാരിക്കാനുള്ളത്, അതായത് ബസ്സിലെ കണ്ടക്ടറും സ്റ്റുഡൻസും. ഞാൻ എല്ലാ കണ്ടക്ടർമാരെയല്ല ഉദ്ദേശിക്കുന്നത്, ചില ആൾക്കാർ. അതായത് കഴിഞ്ഞ ദിവസം ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ഞങ്ങൾ കലൂർ സ്റ്റാൻഡിൽ, ഞാൻ ഇപ്പോൾ പഠിക്കുന്നത് മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അപ്പോൾ ഞാൻ കലൂർ സ്റ്റാൻഡിൽ നിന്നാണ് കയറിയത്. അതായത് ഒരു ഫോട്ടോ ജ്യൂസ് കയറി. അപ്പോൾ ഞങ്ങൾ കയറിയപ്പോൾ പുള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സ്കൂളിന്റെ വാതിക്കയിൽ ബസ് നിർത്തി, അപ്പോൾ അവിടെ നിന്നുള്ള പിള്ളേരെ എടുത്ത്, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല, നിങ്ങൾ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞത്. ഈ ഒരു ഇൻസിഡന്റിന് ശേഷം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, അതായത് നമുക്കൊരു അനുഭവം വന്നിട്ടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ എന്താണ് ശരിക്കും ഒരു റിയാലിറ്റി എന്ന്. അതായത് സ്റ്റുഡൻസിനൊരു വില കൊടുക്കാനുള്ള, അതായത് നമ്മൾ 5 രൂപയല്ലേ കൊടുക്കണുള്ളൂ, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഈ കണ്ടക്ടർമാർക്ക്. 5 രൂപയാണെങ്കിലും ബസ്സിലെ ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മര്യാദ നമുക്ക് തരണ്ടേ? പുള്ളിയൊരു റീസൺ ഇല്ലാണ്ടായിരുന്നു ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ഫ്രണ്ടിലേക്ക് വെച്ചത്. അതായത് അവിടെ നിർത്തി, എന്നിട്ട് നിങ്ങൾ കയറിയില്ല. എവിടെ നിന്ന് കയറിയാലും നമ്മൾ ടിക്കറ്റ് എടുത്ത്, നമ്മൾ പ്രോപ്പറായിട്ടുള്ള യൂണിഫോമും ID കാർഡും ഉണ്ട്, എന്നിട്ടും ഈ ഒരു റെസ്പെക്റ്റ് ഇല്ലായ്മ അത് ശരിക്കും ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഇനിയാണ് യഥാർത്ഥ കഥ ആരംഭിക്കുന്നത്. ടോപ്പിക് നമ്പർ 2. കണ്ടക്ടറിന്റെ കുത്തുവാക്ക് കൊണ്ട് സീറ്റിൽ ഇരിക്കുമ്പോഴാണ് സുഹൃത്തുക്കളെ വരുന്നത് നമ്മുടെ സ്വന്തം ബസ്സിലെ ചേച്ചിമാർ, ആന്റിമാർ. ദർ ആർ 2 ടൈപ്സ് ഓഫ് ആന്റിമാർ. ഒന്നാമത്തെ ആന്റിക്ക് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് വന്നിട്ട്, മോനെ ഒന്ന് മാറിത്തരോ, ആന്റിക്ക് വയ്യാത്തയാണ്, അല്ലെങ്കിൽ ഇരുന്നോട്ടെ എന്ന് മാന്യമായിട്ട് ചോദിക്കുമ്പോൾ ഒബ്വിയസ്ലി എല്ലാ സ്റ്റുഡൻസ് ആണെങ്കിലും ഞാൻ ഉൾപ്പെടെ ആണെങ്കിലും മാറിക്കൊടുക്കും. എന്നാൽ രണ്ടാമത്തെ കൂട്ടർ അങ്ങനെയല്ല. അവിടെ നിങ്ങൾ ബസ്സിൽ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ എന്താ ചെയ്യണം? മാറ്, നിങ്ങൾക്ക് പറയാൻ പറ്റേ എന്നിട്ട് വർത്താനം പറയും. അതായത് അവർ നേരത്തെ എഴുതി വാങ്ങിച്ചേക്കണ പോലെയാണ്, അവർക്ക് പേരയിൽ ഒട്ടിച്ച് വെച്ചേക്കണം എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അവരും പറയുന്നത്. സോ എനിക്ക് ഇത്ര ചോദിക്കാനുള്ളത്, ഈ സ്റ്റുഡൻസിന് ഇച്ചിരി വിലയൊക്കെ കൊടുക്കാം, ഇച്ചിരി ഒരു മിനിമം റെസ്പെക്റ്റ് കൊടുക്കാൻ പാലേ. എന്തായാലും ഞാൻ എല്ലാ കണ്ടക്ടർമാരെയും എല്ലാ ആൻറ്റിമാരെയും അല്ല, നല്ല ആൾക്കാരുണ്ട്, എന്നാൽ മോശം ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മളെ ഒരു സൊസൈറ്റിയിൽ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് ആവശ്യമില്ലാത്തതിനെ പറ്റിയൊക്കെ തല്ലുപിടിക്കണല്ലേ, ആവശ്യമുള്ളതിനെ പറ്റിയൊക്കെ കുറച്ച് തല്ലുപിടിച്ച് ഇതൊക്കെ ഒന്ന് നേരാക്കാൻ നോക്ക്. സോ ബൈ ഗൈസ്, കമൻറ്റ് യുവർ ഒപ്പീനിയൻ.